നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോമ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വിവരാവകാശത്തിന് വിചിത്ര മറുപടി നൽകി ആശുപത്രി അധികൃതർ. കഴിഞ്ഞ മാസം 14-ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് നൽകിയ ചോദ്യങ്ങൾക്കാണ് പൊതുബോധന അധികാരിയും ലേ സെക്രട്ടറിയുമായ R രാജീവ് വിചിത്ര മറുപടി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 13-ന് രാവിലെ 10 മണിക്ക് ആശുപത്രി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൗൺസിൽ നടത്തിയ സമരത്തെക്കുറിച്ചായിരുന്നു റസാഖിൻ്റെ ചോദ്യങ്ങൾ. അന്നേ ദിവസം ആശുപത്രിയിൽ സമരം നടത്തിയിട്ടില്ലെന്നും പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടത്തിയതെന്നുമാണ് അധികൃതർ നൽകിയ മറുപടി. എന്നാൽ മറ്റു ചോദ്യങ്ങൾക്ക് അധികൃതർ മറുപടി നൽകിയിട്ടില്ല. ഡോക്ടർമാരുടെ സമരത്തിൽ രോഗികൾ വലഞ്ഞിരുന്നുവെന്നും എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പരിപാടിയാണ്, കേവലം പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടന്നതെന്ന തെറ്റായ മറുപടി നൽകിയിരിക്കുന്നതെന്നും ഇത് വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്നതാണെന്നും UA റസാഖ് പറഞ്ഞു. പ്രതിഷേധ സമരത്തിൻ്റെയും ഡോക്ടർമാരുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ സഹിതം ഹാജരാക്കി നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർമാരും ജീവനക്കാരും പാവപ്പെട്ട രോഗികളോടുമുള്ള മോശമായ പെരുമാറ്റം തിരുത്തുന്നതുവരെ പോരാട്ടം തുടരുമെന്നും റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി 2025 ജനുവരി 13-ന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു. അതായത് കഴിഞ്ഞ ജനുവരി 8-ാം തീയതി ചികിത്സക്കെത്തിയ 1 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടിയ യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ആ നടപടി ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയും അന്നേ ദിവസം അവിടെ എത്തിയ നിരവധി രോഗികൾക്ക് അത് പ്രയാസമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ ഒരു വിവരാവകാശം നൽകിയിരുന്നു. തീർച്ചയായിട്ടും ആ വിവരാവകാശത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു നിഷേധാത്മക ഒരു നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയെ നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ് മറുപടി. നമ്മൾ ചോദിച്ചത് അവിടുത്തെ സമരവും മറ്റു സംഗതികളുമായിരുന്നു. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നതും അതിൻ്റെ വിഷ്വലുകൾ എല്ലാ വിഷ്വൽ മീഡിയകളിലും വന്നതാണ്. സമരവും പ്രകടനവും അതിൻ്റെ ശേഷം ഒരു ധർണ പോലെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നത് പോലെ ഒട്ടുമിക്ക ഡോക്ടർമാരും ജീവനക്കാരൊക്കെ അതിൽ സംസാരിക്കുകയും ചെയ്തു. ആശുപത്രിക്കകത്ത് കാഷ്വാലിറ്റിൻ്റെ മുമ്പിലായിരുന്നു ആ സമരമൊക്കെ നടന്നത്. അതിൻ്റെ വിഷ്വൽ എല്ലാ മീഡിയകളിലും ഉള്ളതും. എന്നിട്ട് പോലും വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങളെ കൂടി അവഹേളിക്കുന്ന തരത്തിലുള്ള മറുപടിയായി പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയത്തിൽ നിയമപരമായിട്ട് ഡോക്ടർമാരുടെ സ്വഭാവ ദൂഷ്യത്തിനെതിരെ, എല്ലാ ഡോക്ടർമാരുടെയും അല്ല, ചില ഡോക്ടർമാരുടെ സ്വഭാവ ദൂഷ്യത്തിനെതിരെ നിരന്തര പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. ആ പോരാട്ടം ഇനിയും തുടരും. ഈ നിയമപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശമാണ് വിവരാവകാശ നിയമപ്രകാരം കൃത്യമായ മറുപടി നൽകുക എന്നുള്ളത്. അതിനു പോലും ആശുപത്രിയിൽ നിന്നും കൃത്യമായ മറുപടി നൽകാതെ ജനങ്ങളെ ഒരു കൊച്ചാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അത്രയൊക്കെ മതി എന്നുള്ള ചിന്താഗതിയാണ് അവിടെയുള്ള സ്റ്റാഫിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് നിരവധി രോഗികൾക്ക് വലിയ പ്രയാസം നേരിട്ട സമരമായിരുന്നു. ഏകദേശം 10 മണിക്ക് തുടങ്ങി 11 മണി വരെ നീണ്ട ഒരു സമരമായിരുന്നു അത്. ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് യൂത്ത് ലീഗ് ആലോചിക്കുന്നത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചത് ചൂണ്ടിക്കാണിച്ച യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജനുവരി 13-ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിൽ ഡോക്ടർമാരും ജീവനക്കാരുമടക്കം 100ഓളം പേർ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം OP വിഭാഗത്തിനു മുന്നിൽ പ്രതിഷേധ ധർണയിൽ നിരവധി ഡോക്ടർമാരും ജീവനക്കാരും സംസാരിച്ചിരുന്നു. 1 മണിക്കൂറിലേറെ നീണ്ട പരിപാടിയിൽ രോഗികൾ വലഞ്ഞിരുന്നു. ഇതിനെതിരെ അന്നു തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.